നമ്മുടെ ഫണ്ടമെന്റൽ തിയറം ഓഫ് അരിത്മെറ്റിക് എന്താണ് പറയുന്നത്? എവരി ഇന്റിജർ n greater than or equal to 2 product of primes, the factorization into primes is unique except for the order of the factors. Let's P of n denote the statement, the proof പറയാണ്. ഒരു ഏത് നാച്ചുറൽ നമ്പർ 2ഓ 2നേക്കാൾ വലുതായിട്ടുള്ള ഏത് നാച്ചുറൽ നമ്പർ എടുത്താലും അത് പ്രൈംസിന്റെ പ്രോഡക്റ്റ് ആയിട്ട് എഴുതാൻ പറ്റും. അത് ഒരു രീതിക്ക് മാത്രമേ എഴുതാൻ പറ്റുള്ളൂ, യുണീക്ക് ആയിട്ട് മാത്രമേ എഴുതാൻ പറ്റുള്ളൂ എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യാൻ. അപ്പോൾ അത് നമ്മൾ ഇൻഡക്ഷൻ വെച്ച് പ്രൂവ് ചെയ്യാൻ പോകുന്നു. സ്ട്രോങ് ഇൻഡക്ഷൻ ആണ് ഇവിടെ അപ്ലൈ ചെയ്യുന്നത്. ലെറ്റ് പി ഓഫ് എൻ ഡിനോട്ട് ദ സ്റ്റേറ്റ്മെന്റ് that n is a prime or can be expressed as product of primes. N is a prime or can be expressed as product of primes. നമുക്ക് എന്ത് പ്രൂവ് ചെയ്യണം? P of n is true for n greater than അല്ലേ? നമുക്ക് പ്രൂവ് ചെയ്യേണ്ട എന്താണ്? ടു പ്രൂവ് നമുക്ക് എന്താ? We want to prove that അല്ലേ? We want to prove that P of n is true when n greater than or equal to 2. നോക്കാം. ഒന്നാമത്തെ കേസ് when n is equal to 2. n 2 ആകുമ്പോഴോ നമുക്കറിയാം, since 2 is prime, 2 prime അല്ലേ? 2 prime എന്ന് പറയുമ്പോൾ എന്താണ്? P of 2 true അല്ലേ? കാരണം P of n എന്താണ്? P of n എന്ന് n is a prime or can be expressed as product of primes. 2 prime ആണല്ലോ. അപ്പോൾ P of 2 is true. അടുത്ത് നമ്പർ 2. അസ്യൂം നമ്മൾ സ്ട്രോങ് ഇൻഡക്ഷൻ അപ്ലൈ എന്താണ് ഉദ്ദേശിക്കുന്നത്? അസ്യൂം P of 1, P of 2, P of 3 എക്സെട്ര P of k വരെയുള്ള എല്ലാവരും ട്രൂ ആണ് അസ്യൂം ചെയ്യാം. Assume P of 2, P of 3, P of 4, etc. P of k are true. അപ്പോൾ ആരൊക്കെ ട്രൂ ആണ് കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? സ്ട്രോങ് ഇൻഡക്ഷൻ ആണ് അപ്ലൈ ചെയ്യണം. അപ്പോൾ 2 മുതൽ k വരെയുള്ള എല്ലാവർക്കും ഈ സ്റ്റേറ്റ്മെന്റ് ട്രൂ ആണ്. എന്ന് വെച്ചാൽ മീനിങ് എന്താ? 2 is either a prime or product of primes. 3 is either a prime or product of primes. 4 is either a prime or product of primes. 5 is either a prime or product of primes, etc. K minus 1 is a prime or product of primes. And last, k is a prime or k is a product of primes. എങ്ങനെയാണ് അസ്യൂം ചെയ്യണം? ഇനി എന്ത് പ്രൂവ് ചെയ്യണം? പിന്നെ മീനിങ് എന്താ? that is every integer very integer 2 through k either is a prime or can be expressed as product of primes.
ഇനി തേർഡ് എന്താ വേണ്ടേ? പി ഓഫ് കെ പ്ലസ് 1 ട്രൂ ആണെന്ന് പ്രൂവ് ചെയ്യണ്ടേ? അപ്പൊ തേർഡ് പ്രൂവ് ചെയ്യാൻ മൂന്നാമത്തെ സ്റ്റെപ്പ് കാണിക്കാൻ പി ഓഫ് കെ പ്ലസ് 1 ട്രൂ എന്നാ കാണിക്കേണ്ടത്. ഒരു കേസ് ഇഫ് കെ പ്ലസ് 1 ഈസ് എ പ്രൈം, കെ പ്ലസ് 1 പ്രൈം ആണെങ്കിൽ ഒരു നാച്ചുറൽ നമ്പർ എടുത്താൽ ഒന്നുകിൽ കോമ്പോസിറ്റ് ആയിരിക്കും അല്ലെങ്കിൽ പ്രൈം ആയിരിക്കും. കെ പ്ലസ് 1 നമുക്ക് എടുക്കുമ്പോൾ കെ പ്ലസ് 1 പ്രൈം ആണെങ്കിൽ ഇഫ് കെ പ്ലസ് 1 ഈസ് എ പ്രൈം then p of k plus 1 is true. പിന്നെ അവിടെ പറയാനൊന്നുമില്ലല്ലോ, is true. പിന്നെ അവിടെ നമുക്കൊന്നും ചെയ്യാനില്ല, പ്രൂഫ് തീർന്നു. പക്ഷേ കെ പ്ലസ് 1 കോമ്പോസിറ്റ് ആണെങ്കിലോ, അതായത് ഈ കെ പ്ലസ് 1 ഈസ് നോട്ട് എ പ്രൈം ആണെങ്കിലോ, പ്രൈം അല്ലെങ്കിലോ, പ്രൈം അല്ലെങ്കിൽ കോമ്പോസിറ്റ് ആയിരിക്കും. കോമ്പോസിറ്റ് ആകുമ്പോഴോ then കെ പ്ലസ് 1 എങ്ങനെ ഇരിക്കും? കെ പ്ലസ് 1 is equal to a into b. What is a and what is b? They are 1 less than or equal to 1 less than or equal to പറയരുത്, 1 less than a less than k plus 1 അങ്ങനെയല്ലേ, and 1 less than b less than k plus 1. ശരിയല്ലേ? ഒരു നമ്പർ പ്രൈം അല്ലെങ്കിൽ കോമ്പോസിറ്റ് ആയിരിക്കും. കോമ്പോസിറ്റ് ആണെങ്കിൽ അതിന്റെ മീനിങ് എന്താ? ഒരു നമ്പർ കോമ്പോസിറ്റ് ആണെങ്കിൽ ആ നമ്പറിനെ ഒന്നിനും ആ നമ്പറിനും ഇടയിലുള്ള വേറെ രണ്ട് നമ്പേഴ്സിന്റെ പ്രോഡക്റ്റ് ആയിട്ട് ആ കെ പ്ലസ് 1 എഴുതാൻ പറ്റുമെന്നാ. ഇനി നോക്കിയേ, ഇനി ഇൻഡക്ഷൻ വെച്ച് പറയണ നോക്കിയിട്ട്, ഇത് എ എന്ന് വെച്ചാൽ കെ പ്ലസ് 1 ചെറുതല്ലേ? ഇൻഡക്ഷൻ പറയണ എന്താ? എ എന്ന് വെച്ചാൽ ആരായിരിക്കും? 2 മുതൽ കെ വരെ ഉള്ള ആരോ ഒരാളായിരിക്കും. അതുപോലെ ബിയും 2 മുതൽ കെ വരെയുള്ള ആരോ ഒരാളായിരിക്കും. അപ്പോൾ 2 മുതൽ കെ വരെയുള്ള ആരോ ഒരാളാണെങ്കിൽ അത് ഒന്നുകിൽ പ്രൈം ആണ് അല്ലെങ്കിൽ പ്രോഡക്റ്റ് ഓഫ് പ്രൈം ആണെന്നാണ് നമ്മൾ സെക്കൻഡ് സ്റ്റെപ്പിൽ അസ്യൂം ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പൊ ആ അസംഷൻ യൂസ് ചെയ്തിട്ട് either A is a prime or product of primes, either B is a prime or product of primes. അപ്പൊ കെ പ്ലസ് 1 എങ്ങനെ ഇരിക്കുന്ന എ ഇൻറ്റു ബിയില് നമ്മൾ അസംഷൻ യൂസ് ചെയ്യുമ്പോൾ either A is a product of prime or B is or അല്ല, അതുപോലെ തന്നെ ബി ഈസ് either a prime or product of primes. രണ്ടും ചേർക്കുമ്പോൾ എ ബി ഈസ് പ്രോഡക്റ്റ് ഓഫ് പ്രൈംസ് ആയിട്ട് കിട്ടും ആണല്ലോ. അപ്പോ by inductive hypothesis അല്ലെങ്കിൽ by step 2 അല്ലെങ്കിൽ inductive hypothesis, A and B either are primes, രണ്ടും പ്രൈം ആവാം, either are primes or can be expressed as product of primes. Product of primes. Or can be expressed as product of primes. A and B either are primes or can be expressed as product of primes. Therefore, K plus 1 is equal to AB can be expressed as product of primes. അപ്പോൾ therefore P of K plus 1 എന്തായി? P of K plus 1 is product of primes ആയല്ലോ. അപ്പോൾ P of K plus 1 is true. Thus, by strong induction,
the result holds result is true for every integer n greater than or equal to 2. ആയല്ലോ സ്റ്റേറ്റ്മെന്റ് ട്രൂ ആയാലും വളരെ സിമ്പിൾ അല്ലേ. ഫണ്ടമെന്റൽ തിയറം ഓഫ് അരിത്മെറ്റിക് പറയണ എന്താ, എവരി ഇന്റിജർ n greater than or equal to 2 can be either n greater than or equal to either is a prime or can be expressed as a product of primes. അതുവരെ ആയുള്ളൂ. ഇനി ദ ഫാക്ടറൈസേഷൻ ടു പ്രൈംസ് ഈസ് യുണീക് എക്സെപ്റ്റ് ഫോർ ദ ഓർഡർ ഓഫ് ദ ഫാക്ടേഴ്സ്. അപ്പൊ ഇത് നമ്മളിപ്പോ എന്താ പ്രൂവ് ചെയ്തേ, ഏത് നമ്പർ n 2-നേക്കാളും വലുതായിട്ടുള്ള ഏത് നമ്പർ n എടുത്താൽ ആ നമ്പർ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും, p1 raised to r1 into p2 raised to r2 into p3 raised to r3 into etc pk raised to rk, where p1 p2 p3 etc pk are primes, are distinct primes, and r1 r2 r3 etc rk are positive integers. ഇതാണ് നമ്മളിപ്പോ പ്രൂവ് ചെയ്തത്. അല്ലെങ്കിൽ എങ്ങനെ പറയാം, ഇങ്ങനെ എഴുതാം അല്ലെ, n is equal to p1 into p2 into p3 into etc into pk, where p1 p2 p3 pk etc are primes. ഇനി അടുത്ത സ്റ്റെപ്പിൽ ഇത് യുണീക്ക് ആണെന്ന് പ്രൂവ് ചെയ്യണം. അതാണ് നമ്മുടെ അടുത്ത സ്റ്റെപ്പ് അല്ലെ, യുണീക്ക്നെസ് കൂടി പ്രൂവ് ചെയ്യണം. ഒരേ രീതിയിൽ എഴുതാവുന്നില്ലേ എന്ന് പറഞ്ഞിരിക്കുന്നത്. യൂണിക്നെസ് എപ്പോഴും നമ്മൾ മാത്തമാറ്റിക്സിൽ യൂണിക്നെസ് പ്രൂവ് ചെയ്യാൻ വേണ്ടി എന്താ എടുക്കുന്നത്, സാധാരണഗതിയിൽ രണ്ടെണ്ണം ഉണ്ടെന്ന് എടുത്തിട്ട് രണ്ടും സെയിം ആണെന്ന് കാണിക്കും. അപ്പോ യൂണിക്നെസ് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്നിനെ രണ്ട് രീതിയിൽ എക്സ്പ്രസ് ചെയ്യാൻ അസീവ് ചെയ്യും, എന്നിട്ട് അത് രണ്ടും സെയിം ആണെന്ന് കാണിക്കും. ലെറ്റ് n be a composite number, let n be a composite number with two factorizations into primes അപ്പൊ രണ്ടെണ്ണമായിട്ട് എടുക്കാം. ദാറ്റ് ഈസ് n എങ്ങനെ എടുക്കാം, ഒന്ന് n is equal to p1 into p2 into etc into pr, അതായത് p1 p2 p3 etc pr എല്ലാം പ്രൈംസ് ആണ്. ആൻഡ് എന്നിനെ വേറെ രീതിയിൽ എടുക്കാം, n is equal to q1 into q2 into q3 into etc qs, where q1 q2 q3 etc qs are primes. അപ്പൊ രണ്ട് രീതിയിൽ എന്നിനെ ഫാക്ടറൈസ് ചെയ്യാമെന്ന് അസ്യൂം ചെയ്തു. ഇത് നമുക്ക് രണ്ടും ഈക്വൽ ആണെന്ന് കാണിക്കണം. രണ്ട് ഈക്വൽ ആണെന്ന് കാണിക്കാൻ വേണ്ടി കാണിക്കണം, രണ്ട് ഈക്വൽ ആണെന്ന് കാണിക്കട്ടെ, ഈ രണ്ട് ആൾക്കാർ ഈക്വൽ ആണ്, ഈ രണ്ട് റെപ്രസെന്റേഷൻസ് ഈക്വൽ ആണെന്ന് കാണിക്കാൻ വേണ്ടി ഇവിടെ 6 എണ്ണം ഉണ്ട് അല്ലെ, ഇവിടെ എസ് എണ്ണം ഉണ്ട്. അപ്പോ ഇവിടെ പ്രൂവ് ചെയ്യാൻ വേണ്ടി r is equal to s എന്ന് കാണിക്കണം. പിന്നെ ഇതിലെ ഒരു p1 ഇതിനകത്തുള്ള ഏതെങ്കിലും ഒരു qo q2o, അതായത് pi equal to qj. എങ്ങനെയാ, 1 less than or equal to I less than or equal to r, 1 less than or equal to j less than or equal to s. ROS പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇത് രണ്ടും കൂടി ഒരുമിച്ച് എഴുതാം. അപ്പൊ രണ്ട് കാര്യങ്ങൾ കാണിക്കണം. എന്തൊക്കെ, നമുക്ക് ഈ ഫാക്ടറൈസേഷൻ രണ്ട് ഫാക്ടറൈസേഷൻസും സെയിം ആണെന്ന് കാണിക്കാൻ അവിടെ ഉള്ള ഫാക്ടറുകളുടെ എണ്ണം r is equal to, ഇവിടെ r ഉണ്ട്, ഇവിടെ s ഉണ്ട്, അവിടെ എണ്ണം നമ്പർ ഓഫ് പ്രൈംസ് സെയിം ആണ്, രണ്ടിടത്തുമുള്ള നമ്പർ ഓഫ് പ്രൈംസ് സെയിം ആണെന്നും കാണിക്കണം, ഓരോന്നും ഈക്വൽ ആണെന്നും കാണിക്കണം. We will show that r is equal to s and pi is equal to qj.
for some 1 less than or equal to I comma j less than or equal to r. അപ്പോൾ നമുക്ക് r is equal to s എന്ന് കാണിക്കണം. ഞാൻ assume r less than or equal to s എന്ന് എടുക്കും. r is equal to s എന്ന് കാണിക്കണം. ഞാൻ r less than or equal to s എന്ന് എടുത്തു. നോക്കാം. ഇപ്പോൾ ഇവിടെ നോക്കിയേ, എന്നും ഇത് രണ്ട് സൈഡ് n അല്ലേ, രണ്ട് ഇക്വേറ്റ് ചെയ്യാലോ. ദാറ്റ് ഈസ് P1, P2, P3, etc. Pr is equal to Q1, Q2, Q3, etc. Qs. ഇവിടെ ഒരു കാര്യം നോക്കട്ടെ. ഈ P1 ഇതിന് ഇവിടെ P1 ഇവിടെയുള്ള ആളല്ലേ, ഈ P1 കൊണ്ട് ഇവിടെ ഡിവൈഡ് ചെയ്യാലോ അല്ലെ. P1 ഈ സൈഡ് ഡിവൈഡ് ചെയ്യപ്പെടും. P1 ഡിവൈഡ്സ് ആരാ? P1 into P2 into P3 etc. P1 ഡിവൈഡ്സ് P1 into P2 into P3 into etc. Pr അല്ലെ. എന്ന് വെച്ചാൽ ഈ സൈഡും സെയിം അല്ലേ. അപ്പോ P1 ഡിവൈഡ്സ് ആരാ? Q1 into Q2 into etc. into Qs. ഈ നമ്മുടെ ലെമ്മ 2 പറഞ്ഞ ഇതെല്ലാം പ്രൈംസ് ആണ് ഇല്ല, ഇതെല്ലാം പ്രൈംസ് ആണ്. അപ്പൊ P1 ഈ പ്രൈംസുകളുടെ പ്രോഡക്റ്റിനെ ഡിവൈഡ് ചെയ്യുമെങ്കിൽ P1 ഇതിനകത്തുള്ള ഏതെങ്കിലും ഒരാളായിരിക്കും എന്നല്ലേ തൊട്ട് മുമ്പുള്ള ലെമ്മ 2 നമ്മൾ പറഞ്ഞു അല്ലെ. then P1 is equal to Qi for some I അല്ലെ, using ലെമ്മ 2 അല്ലേ, അല്ല ലെമ്മ 2 അല്ല, കൊറോളറി അല്ലേ, using കൊറോളറി, using above കൊറോളറി. തൊട്ടുമുമ്പുള്ള കൊറോളറി എങ്ങനെയല്ലേ പറഞ്ഞു. അപ്പോ ഞാൻ ഇതിന്റെ ലെഫ്റ്റ് സൈഡിനെ ഇവിടെ P1 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു, ഇവിടെയും P1 കൊണ്ട്, രണ്ട് സൈഡും ഇക്വേഷൻ നമ്പർ 1 രണ്ട് സൈഡും P1 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. that is dividing both sides, equation 1 അല്ലേ, both sides of equation 1 by P1. അപ്പോൾ എന്താവും? P1 ലെഫ്റ്റ് സൈഡ് എന്നാ P1 into P2 into etc. Pr അല്ലേ. ഇവിടെയും P1 കൊണ്ട് ഡിവൈഡ് ചെയ്തു, Q1, Q2 etc. Qs by ഇവിടെ P1 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നതാവും, P1 ഉം വെട്ടിപ്പോവും, ശരിയല്ലേ. അപ്പൊ ബാക്കി ആരുണ്ട്? P2 into P3 into etc. into Pr. ഈ തൊട്ടു മുന്നേ പറഞ്ഞ P1 ആർക്ക് ഈക്വൽ ആണ്? Q ഏതോ ഒരു Qi ഈക്വൽ ആണ്, ശരിയല്ലേ. അപ്പൊ ഇവിടെ Q ആക്ച്വലി ഇവിടെ Qi minus 1 ഉണ്ട്, Qi ഉണ്ട്, Qi plus 1 ഉണ്ട്, etc. Qs. കേൾക്കണുണ്ടല്ലോ അല്ലെ, കേൾക്കണുണ്ടോ? ഹലോ. അപ്പൊ P1 ഉം Qi ആയിട്ട് കട്ട് ചെയ്യും, രണ്ട് സെയിം എന്നല്ല മുകളിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ബാക്കി ആരുണ്ട്? Q1, Q2 etc. Qi minus 1, പിന്നെ Qi പോയി, Qi plus 1 into Qs. ഇനി നമുക്കറിയാം, ഞാൻ സ്റ്റെപ്പ് കൂടുതൽ എഴുതുകയാണ്. നൗ വി ഹാവ് P2 ആരെ ഡിവൈഡ് ചെയ്യും? P2 into P3 into ഈ ലെഫ്റ്റ് സൈഡ് അല്ലെ,
P3 എക്സെട്രാ PR. അപ്പൊ ഇതിനെ ഡിവൈഡ് ചെയ്യുമെങ്കിൽ ഈ സൈഡിനെ ഡിവൈഡ് ചെയ്യുമല്ലോ. ആര്? P2. രണ്ട് സെയിം അല്ലേ? Therefore P2 divides Q1 into Q2 into etc. Qi minus 1 into Qi plus 1 into Qi plus 2 etc. Qs. നോക്കട്ടെ വീണ്ടും ലെമ്മയുടെ കൊഹോളറി ലാസ്റ്റ് എഴുതിയ P2 ഒരു പ്രൈം ആണ്. ഈ പ്രൈം കുറെ പ്രൈംസുകളുടെ പ്രോഡക്റ്റിനെ ഡിവൈഡ് ചെയ്യുന്നെങ്കിൽ ഉറപ്പായിട്ട് P2 ഇതിനകത്തുള്ള ഒരാളുമായിട്ട് ഈക്വൽ ആയിരിക്കും. Again, by applying corollary of above lemma, എന്ത് കിട്ടും? കിട്ടോടെ P2 ആരായിരിക്കും? ഇതിനകത്തുള്ള ഏതെങ്കിലും ഒരാളായിരിക്കും. P2 is equal to Qj for some j. P2 ഉം Qj ആയിട്ട് ഈക്വൽ ആയിരിക്കും. ഇനി നോക്കണേ ഇവിടെ ഇക്വേഷൻ 2 എന്ന് വിളിച്ചു. ഇനി ഇക്വേഷൻ 2നെ ഇവിടെ ഞാൻ P2 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. അപ്പൊ ഇത് ഈ P2 കൊണ്ട് കട്ട് ചെയ്തു. ഇനി ഇത് ഇവിടെ എവിടെയോ ഒരിടത്ത് എന്തുണ്ട്? Qj ഉണ്ട്. Qjയും കട്ട് ചെയ്തു. ശരിയല്ലേ? ഇക്വേഷൻ നമ്പർ 2നെ dividing both sides of equation equation 2 by P2. അപ്പൊ എന്താവും? എഴുതുന്നു ആ സ്റ്റെപ്പ് എഴുതുന്നോടെ ഇവിടുത്തെ P2 ഉം പോവും, ഇവിടെ എവിടെയുള്ള Qjയും പോവും. അപ്പൊ എന്താവും? P3 into P4 into P5 into etc. Pn is equal to Pn എല്ലാം PR അല്ലേ? PR അല്ലേ? PR is equal to Q1 into Q2 into Qi minus 1 Qi plus 1 Pj minus 1 etc. Qj minus 1 Qj കട്ട് ചെയ്ത് പോയി, Qj plus 1 etc. Qs. ശരിയാണല്ലോ? അതായത് ഇവിടെ ഉണ്ടായിരുന്ന P2 ഉം ഇവിടെ ഉണ്ടായിരുന്ന Qjയും ഇതാ ഇവിടെയും P2നെ കട്ട് ചെയ്യാൻ പറഞ്ഞപ്പോ ഈ P2 ഉം ഈ P2 ഉം പോയി. പക്ഷെ ഈ P2 ഉം ഈ Qjയും പോകുമെന്ന് ഡൗട്ട് നമുക്ക് തോന്നും. അങ്ങനെ വരാൻ കാര്യം മുകളിലത്തെ ലെമ്മയാണ് അല്ലേ? അപ്പൊ നോക്കിയേ, ആദ്യം എന്തൊക്കെ ഉണ്ടായിരുന്നു? P1 P2 P3 എക്സെട്ര PR വരെ ഉണ്ടായിരുന്നു. ഇവിടെ Q1 Q2 എക്സെട്ര QS വരെ ഉണ്ടായിരുന്നു. ആദ്യം P1നെ കട്ട് ചെയ്തു, പിന്നെ P2നെ കട്ട് ചെയ്തു. ഇപ്പോൾ ഇത്രയായി. P3 മുതൽ PR വരെ എണ്ണം കുറഞ്ഞു വരികയാണ്. അതുപോലെ തന്നെ ഇവിടെയും Qiയും കുറഞ്ഞു, Qjയും കുറഞ്ഞു.
എണ്ണം കുറഞ്ഞു കുറഞ്ഞു വരുന്നത് ശ്രദ്ധിച്ചല്ലോ. ഇതിങ്ങനെ കണ്ടിന്യൂ ചെയ്താലോ ലെഫ്റ്റ് സൈഡിൽ എന്താവും? കാരണം ആറ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു n ആണ്. കണ്ട, അതാണ് നമ്മൾ എടുത്തതിന്റെ ആറ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു s ആണ്. അപ്പോ സിൻസ് r ലെസ് ദാൻ ഓർ ഈക്വൽ ടു s, since r less than or equal to s, ഇങ്ങനെ കണ്ടിന്യൂ ചെയ്താലേ, കണ്ടിന്യൂയിങ് ലൈക്ക് ദിസ്, we can cancel every p value, every p of t with some qk. This implies 1 on the LHS. കാരണം r less than or equal to n on r less than or equal to 1 on the LHS at the end. ഏറ്റവും അവസാനം അങ്ങനെ വരുള്ളൂ. അപ്പൊ ഇങ്ങനെ ഒരു 1 is equal to, ഇവിടെ ക്യൂവിന്റെ ആൾക്കാർ അവശേഷിക്കുന്നുവെങ്കിൽ ഇങ്ങനെ വരുള്ളൂ. ഇങ്ങനെ വന്നാൽ നമുക്ക് അംഗീകരിക്കാൻ പറ്റുമോ? 1 എപ്പോഴെങ്കിലും കുറെ പ്രൈംസുകളുടെ പ്രോഡക്റ്റ് ഈക്വൽ ആവുമോ? പ്രൈം നമ്പേഴ്സ് എല്ലാം ഇന്റിജേഴ്സ്, പോസിറ്റീവ് ഇന്റിജേഴ്സ് ആണ്. അപ്പൊ ഒരിക്കലും കുറെ പ്രൈംസിന്റെ പ്രോഡക്റ്റ് 1 ആവൂല, കുറെ ഇന്റിജേഴ്സിന്റെ പ്രോഡക്റ്റ് ഒരിക്കലും 1 ആവൂലല്ലോ. അങ്ങനെ 1 ആവണമെങ്കിൽ ഇതൊക്കെ റാഷണൽ നമ്പേഴ്സ് ആണെങ്കിൽ, അപ്പൊ ഒരിക്കലും 1 ആവൂല. അങ്ങനെ പോസിബിൾ അല്ല അല്ലേ? അങ്ങനെ പോസിബിൾ അല്ല എന്ന് വെച്ചാൽ മീനിങ് എന്താ? 1 is equal to q1 into q2 into etc. qm എന്ന ഫോമിൽ വരത്തില്ല. ശരിയല്ലേ? ഇങ്ങനെ വരത്തില്ല. അങ്ങനെ വന്നാൽ പോയില്ലേ? The കാര്യം എന്താ? Since product of primes not equal to 1, since product of primes not equal to 1, RHS cannot be left any primes. അപ്പോ എന്താവും? ഇങ്ങനെ സംഭവിക്കില്ല. അപ്പോ അങ്ങനെ സംഭവിക്കാത്തതുകൊണ്ട് ആരും രണ്ടും സെയിം ആയിരിക്കും അല്ലെ? വി മസ്റ്റ് എക്സോസ്റ്റ് എവരി ക്യൂ കേസ് അല്ലെ? എല്ലാ ക്യൂകളെയും നമുക്ക് കൂടി കട്ട് ചെയ്ത് കളയാൻ പറ്റും. എപ്പോഴും അത് കട്ട് ചെയ്ത് കളയാൻ പറ്റുന്നതുകൊണ്ടാണ് r is equal to s ആയി മാറും. Thus the primes q1, q2, etc. qs are same as primes p1, p2, etc. pr in some order. Therefore, the above factorization is unique.